കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച അതേ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി 15-ാം വാക്യത്തിൽ നമുക്കൊരുമിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 14-ാം വാക്യം യേശുക്രിസ്തുവിൻ്റെ പ്രസംഗ ശുശ്രൂഷയുടെ ഒരു ഇൻട്രഡക്ഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 15-ാം വാക്യം ആ പ്രസംഗം, അതിൻ്റെ ഉള്ളടക്കം മർക്കോസ് വെളിപ്പെടുത്തുകയാണ്. 14-ാം വാക്യത്തിലാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം നമ്മൾ ചിന്തിച്ചതാണ്, യോഹന്നാൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു, ബാറ്റൺ ജീസസിലേക്ക് ദൈവത്തിൻ്റെ സമയത്ത് കൈമാറി. യോഹന്നാൻ അറസ്റ്റിലായി, കാരാഗൃഹത്തിലായതിൻ്റെ കാരണം അതിശക്തമായ യോഹന്നാൻ്റെ പ്രസംഗമാണ്. കോംപ്രമൈസ് ചെയ്യാത്ത പ്രസംഗമാണ് അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ ആയിത്തീരുവാൻ ഇടയാക്കി തീർത്തത്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു. നമ്മൾ അവിടെ നിന്ന് ചിന്തിച്ചത് ഇതാണ്: യേശുവിനെ പരിശുദ്ധാത്മാവ് നയിച്ചു. യെശയ്യാ പ്രവചനത്തിലെ പ്രവചനം നിവൃത്തിയാകേണ്ടതിന് യേശു ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. അങ്ങനെ എവിടെയെങ്കിലും പാസ്റ്റർ എഴുതിയിട്ടുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു, മർക്കോസിൽ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടില്ല. ലൂക്കോസ് 3:21 വായിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ മറുപടിയായി പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വരുന്നു. ലൂക്കോസ് 4:1 ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് ആത്മാവിൽ നിറഞ്ഞവനായി ആത്മാവ് നടത്തിയെന്ന 1-2 വാക്യങ്ങളിൽ. എന്നിട്ട് ലൂക്കോസ് 4:13 പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് അവിടുന്ന് മടങ്ങിയെന്നാണ്. അപ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് കർത്താവ്. ഇത് അവിടുത്തെ മനുഷ്യത്വമാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം 100% അവിടുന്ന് ദൈവമാണ്, 100% അവിടുന്ന് മനുഷ്യനാണ്. മനുഷ്യനായ ക്രിസ്തു ആത്മപൂർണനായി ആത്മാവിനാൽ നടത്തപ്പെട്ടാണ് ഗലീലയിലേക്ക് വരുന്നത്. അപ്പോൾ ആത്മാവ് നടത്തി. അപ്പം ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അന്ന് പറഞ്ഞത് ഒന്ന് പറയാം. ആത്മാവിനാൽ നടത്തപ്പെടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ സൂക്ഷിച്ചാണത് പറയേണ്ടത്. മനസ്സിൽ വരുന്ന എന്ത് ചിന്തയും ആത്മാവിൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആത്മാവിനാൽ നടത്തപ്പെടുകയാണെങ്കിൽ അത് വചനത്തിനെതിരാകത്തില്ല. ദൈവവചനമാണ് മെഷറിംഗ് റോഡ്. നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവ് തരുന്ന ആ ആലോചന ദൈവത്തിൻ്റെ വചനവുമായി നിരക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നാം ചിന്തിക്കണം. അല്ലെങ്കിൽ മിസ്ഗൈഡഡ് ആയിപ്പോവും. അത് വളരെ നമ്മൾ സൂക്ഷിക്കണം. ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ആത്മാവിലാണോ കണ്ടത്? അല്ല, കാണുന്നതല്ലേ ആത്മാവിലല്ലേ? ആകണമെന്നില്ല. അപ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. രണ്ടാമത്, നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ചിന്ത ഞാൻ വെക്കുകയാണ്. വാസ്തവത്തിൽ യോഹന്നാനെ കാരാഗൃഹത്തിൽ ഇട്ട് കഴിഞ്ഞ് യേശു തെക്ക് നിന്ന് വടക്കോട്ടങ്ങ് പോവുകയാണോ?
ഒരു വാക്കൊരു നല്ല വാക്ക് അവിടെ നിന്ന് കയറി ഒന്ന് വിസിറ്റ് ചെയ്ത്, സാരമില്ല നീ സത്യത്തിന് വേണ്ടിയാ നിന്ന്, ഒന്നും പറയാതെ അവിടെ നിന്ന് അങ്ങ് പോവുക. അങ്ങനെയാണ് നിങ്ങളുടെ പാസ്റ്ററെങ്കിൽ നിങ്ങൾ ആ പള്ളിയിൽ പോകുമോ? ജീസസിൻ്റെ മിനിസ്ട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ, 38 വർഷം ആയി രോഗിയായ മനുഷ്യൻ ബെഥസ്ദ കുളക്കരയിൽ കിടക്കുക. അവിടെ വേറെ രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. യേശു അവിടെ വന്ന് അവനെ മാത്രം സൗഖ്യമാക്കും. അവൻ മറ്റുള്ളവരുടെ കാര്യം അതെന്തുകൊണ്ടാണ്? യേശുവിന് ആരുടെയും ചോദ്യത്തിന് എക്സ്പ്ലനേഷൻ ഒന്നും തരണ്ട. ദാറ്റ്സ് ദ വേ ഹി വർക്ക്സ്. അവിടുന്ന് സർവാധിപത്യമുള്ളവനാണ്. ഇതെന്താ അങ്ങനെ? ഇതെന്താ? കളിമണ്ണ് കുശവനോട് ചോദിക്കാൻ എന്താണ് അധികാരം? അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ അത്ഭുതകരമായി യോഹന്നാനും പത്രോസും കൂടെ ശുശ്രൂഷിച്ച് 40 വർഷത്തോളം പ്രായമുള്ള പിറവിയിലെ മുടന്തനായ ഒരു ആള് സൗഖ്യമാകുന്നു. ഇയാൾ നിരന്തരമായി ദേവാലയത്തിൻ്റെ ഗേറ്റിങ്കിൽ വന്നിരിക്കുന്നയാളാ. യേശു എത്രയോ തവണ അതുവഴി പോയിട്ടുണ്ട്. എന്താ അയാളെ സൗഖ്യമാക്കാൻ? ചോദ്യത്തിനൊന്നും മറുപടിയില്ല. ദാറ്റ് ഈസ് ദ വേ. നമ്മൾ കർത്താവിൻ്റെ വഴികളെ അറിയണം. അവിടുന്ന് എല്ലാം നന്നായി ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ അവസാനം പറഞ്ഞ കാര്യത്തിലെ ഒരു ന്യായം പറയാം. പിന്നീടാണ് ജോണും പീറ്ററും കൂടെ വന്നു. അവരുടെ ശുശ്രൂഷയിൽ ആള് സൗഖ്യമാകുന്നത്. ആരാ സൗഖ്യമാക്കിയത്? അത് യേശു തന്നെയാണ് സൗഖ്യമാക്കിയത്. അപ്പം യേശുവിൻ്റെ ഐഹിക ജീവിതത്തിൽ എന്താ സൗഖ്യമാക്കാഞ്ഞത്? എന്തിനാ ഈ ഡിലേ വരുത്തിയത്? ദൈവഹിതം. ഇതാണ് നമ്മുടെ ജീവിതത്തിലും. എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുക. ആത്മപൂർണ്ണൻ ഇങ്ങനെയാണ്. ആത്മാവിൻ്റെ വഴികൾ അങ്ങനെയാണ്. എല്ലാം നമുക്ക് മനസ്സിലായി. അതിൻ്റെ കോമ, സെമിക്കോളൻ, ഫുൾ സ്റ്റോപ്പ് എല്ലാം മനസ്സിലായി. ആകണമെന്നൊന്നുമില്ല. ഇപ്പൊ ഈ യേശു ഗലീലയിലേക്ക് ചെന്നെന്ന് പറഞ്ഞാൽ പാലസ്റ്റൈൻ്റെ നോർത്തേൺ പാർട്ടിലേക്ക് എപ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ തടവിലാക്കിയപ്പോൾ, ജോൺ ദ ബാപ്റ്റിസ്റ്റുമായി വ്യക്തിപരമായി ബന്ധം പോലും ഉണ്ട്. അവർ കസിൻസാണ്. ശുശ്രൂഷ സംബന്ധമായി വലിയ ബന്ധമാണ്. കർത്താവിന് മുന്നോടിയായിട്ട് ദൈവത്താൽ നിയോഗിതനായി വന്നിരിക്കുന്നയാളാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ജീസസ് രംഗപ്രവേശനം ചെയ്യുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ തടവിലാവുക. ഹി ജസ്റ്റ് ലെഫ്റ്റ്. എന്താണ്? ദ ഹോളി സ്പിരിറ്റ് ഗേവ് ഹിം അങ്ഷൻ ടു ഗോ. നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. ദാറ്റ്സ് ദ വേ ഇറ്റ് ഈസ്. അത് ഗ്രഹിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അപ്പൊ ഈ ഗലീലയിലേക്ക് ചെന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. എന്നാൽ ഇതിനു മുമ്പ് മർക്കോസ് പറയാത്ത ശുശ്രൂഷകൾ തെക്ക് യഹൂദിയയിൽ നടന്നിരുന്നു. അത് യോഹന്നാൻ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നിട്ട് യഹൂദിയയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന സമയത്താണ് ശമരിയ വഴി കടന്നു പോകുന്നത്. 4-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം ശമരിക്കാരത്തെ സഹോദരിയെ ദൈവരാജ്യത്തിന് കൊള്ളാമെന്നവളാക്കി തീർക്കുന്ന അനുഭവം. അപ്പോൾ ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇതും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രദ്ധിച്ചതാണെങ്കിലും ചില സൂചനകൾ കഴിഞ്ഞ ആഴ്ചയിൽ പറയാത്തതോടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരാം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇതാണ് കർത്താവിൻ്റെ മെസ്സേജ്. അപ്പൊ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നും ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് ചില ടെക്സ്റ്റുകൾ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സുവിശേഷം ഇംഗ്ലീഷിൽ അതുണ്ട്. അതുപോലെ എൻ്റെ കൈവശം ഒരു മോഡേൺ മലയാളം ട്രാൻസ്ലേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെയും ഇത് തന്നെയാണ് അവർ പറയുന്നത്. ദൈവത്തിൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് അർത്ഥമാക്കുന്നത്
സുവിശേഷത്തിൻ്റെ സോഴ്സ് ദൈവമാണ്. സുവിശേഷം പറയുന്നവരെല്ലാം ഇത് ഓർത്തോണം. ഒന്നും ആരുടെയും മുൻപിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. സുവിശേഷത്തിൻ്റെ സോഴ്സ് സർവശക്തനായ ദൈവമാണ്. ഇത് അപ്പോസ്തോലന്മാർ കണ്ടുപിടിച്ചതല്ല. ഇതിൻ്റെ സോഴ്സ് ദൈവമാണ്. കാലാകാലങ്ങളിൽ അപ്പോസ്തോലന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്ത് അത് പ്രസംഗിക്കാനും പറയാനും ദൈവം അവരെ ഭരമേൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ദ ഗോസ്പൽ. ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ മുഴുവനും വരുന്നത് ദൈവത്തിൽ നിന്ന് ലോകത്തിലേക്കാണ്. ദൈവമാണ് ഉറവ, ദൈവമാണ് ഉറവിടം. ദൈവത്തിന് ലോകത്തെ അറിയിക്കാനുള്ളതാണ് സുവിശേഷം. അത് ദൈവത്തിൽ നിന്ന് വരുന്നു. അതനുസരിക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ ദൈവത്തിങ്കലേക്ക് സുവിശേഷം നയിക്കുന്നു. ഈ സുവിശേഷം, ഈ ദൈവത്തിൻ്റെ സുവിശേഷം പാപത്തിൽ നിന്നും ന്യായവിധിയിലും നിന്നുള്ള രക്ഷയെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ന്യായവിധിയിൽ നിന്നുള്ള രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ് എന്നുള്ള സദ്വർത്തമാനമാണ് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. എന്നിട്ട് നമ്മുടെ തർജ്ജമകളിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ഒരു കുഴപ്പവുമില്ല. ദൈവത്തിൻ്റെ സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് തന്നെ പല മൂലകൃതികളിലും നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മർക്കോസിൻ്റെ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണ്? ദൈവത്തിൽ നിന്നുള്ള സുവിശേഷത്തിൻ്റെ കേന്ദ്ര വിഷയം ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവാണ്. വേറെ ഒന്നുമല്ല സുവിശേഷം. Content of the gospel, subject of the gospel is Jesus Christ, the Son of the Most High God. ജീസസ് ആണ് ഗോസ്പലിൻ്റെ ഹൃദയം എന്നുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നുമല്ല സുവിശേഷം. ഞങ്ങളുടെ പള്ളിയിൽ വരണം, അതല്ല സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഇറ്റ് ഈസ് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടുത്തെ ജീവിതം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് പ്രസംഗങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഇറ്റ് ഈസ് നോ മോർ ഗുഡ് ന്യൂസ്. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു പ്രയോഗം അപ്പോസ്തല പ്രവൃത്തി 20:24 ദൈവകൃപയുടെ സുവിശേഷം എന്ന് നമുക്ക് കാണാൻ കഴിയും. ദ ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്ന് വരുന്ന ക്രിസ്തു കേന്ദ്രിതമായ ഈ സുവിശേഷം കൃപയാൽ മാത്രമേ വിശ്വാസം മൂലം എനിക്ക് സ്വായത്തമാക്കുവാൻ കഴിയൂ. God has to pour out his grace. എഫേസ്യ ലേഖനം 2:8-9 വാക്യം. ദൈവത്തിൻ്റെ കൃപ കൂടാതെ ആർക്കും ഈ സത്യസുവിശേഷത്തെ സ്വീകരിക്കാൻ കഴിയത്തില്ല. ഒരു സുവിശേഷമേ ഉള്ളൂ പ്രിയരെ. അതിൻ്റെ സെന്റർ എന്ന് പറയുന്നത് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്തു. ദാറ്റ്സ് ദ സെന്റർ, കോർ മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ. അങ്ങനെ കർത്താവ് വടക്ക് ഈ ഗലീലയിലെത്തി അവിടുന്ന് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4:43 പറയുന്നത് അവിടുന്ന് പട്ടണങ്ങൾ തോറും പള്ളികൾ തോറും അവിടുന്ന് സഞ്ചരിച്ച് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു.
കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗം എന്ന കാര്യം ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞു. അധികം ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും ഞാൻ ഈ കാലഘട്ടത്തിൽ ഇതിന് വളരെ ഊന്നൽ കൊടുക്കുന്നു. ചില ആളുകൾ ചില അബദ്ധ ചിന്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രസംഗമല്ല ബ്രദറെ ഇന്ന് നമുക്ക് വേണ്ടത്, അത് തെറ്റായ പ്രചരണമാണ്. ആത്മപൂർണനായ യേശു ആത്മാവിനാൽ നടത്തപ്പെട്ട് അവിടുന്ന് പ്രസംഗിച്ചു. God had only one son and he was a preacher of the gospel. അതുകൊണ്ട് പ്രസംഗം വേണ്ട എന്നുള്ള തത്വം ബിബ്ലിക്കൽ അല്ല. ഇന്നും ദൈവം സുവിശേഷ പ്രസംഗത്തിലൂടെയാണ് സുവിശേഷ സത്യങ്ങൾ ആളുകളെ അറിയിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് ആളുകൾ സുവിശേഷം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ സ്ട്രാറ്റജി മാറ്റിയിട്ടില്ല. യോഹന്നാന്റെ പ്രസംഗം പാപമോചനം ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു. യേശുവിൻ്റെ മെസ്സേജ് പാപമോചനം എങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്നതായിരുന്നു. 15-ാം വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ കോർ മെസ്സേജ്. ഒരു ആക്യുറേറ്റ് സമ്മറിയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം കേട്ട് മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 2 പ്രതികരണമാണ്: ഹൃദയം മാറണം, വിശ്വസിക്കണം; മാനസാന്തരപ്പെടണം, വിശ്വസിക്കണം. ഒന്നാമത്തെ പ്രയോഗം, കാലം തികഞ്ഞു. ലളിതമായി പറഞ്ഞാൽ സമയം പൂർത്തിയായിരിക്കുന്നു എന്നതാണ് അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താണ്? കാലം തികഞ്ഞു, നിർണയിക്കപ്പെട്ട സമയമിതാ എത്തിയിരിക്കുന്നു. ദൈവരാജ്യം കടന്നു വരുവാൻ ദൈവം നിയോഗിച്ച സമയം ഇതാ എത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക് ടൈമുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, കേൾവിക്കാരന് രക്ഷപ്പെടാനുള്ള അവസരം കൂടെ എത്തിയിരിക്കുന്നു. ഇന്ന് പകലിത് സഭായോഗത്തിൽ പ്രസംഗിക്കപ്പെടുമ്പോൾ ശരിയായിട്ടുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. ദൈവത്താൽ നിയോഗിതമായ നിശ്ചയിക്കപ്പെട്ട സമയം. എന്തിന്? മശിയായുടെ അറൈവൽ. മശിയ ഇതാ കടന്നു വന്നിരിക്കുന്നു എന്ന് അർത്ഥം വരുന്നതാ ഒരു പ്രയോഗമാണ്. കാലം തികഞ്ഞിരിക്കുന്നു. The time appointed for sending the Messiah has come. എല്ലാവർക്കും അറിയാം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. കണ്ടോ, കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ പുത്രൻ വന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, ശുശ്രൂഷ, ഇതെല്ലാം ദൈവത്തിൻ്റെ സർവാധിപത്യത്തിലുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനു വേണ്ടിയാണ് യഹൂദൻ കാത്തിരുന്നത്, ലോകം മുഴുവൻ കാത്തിരുന്നത്. ആ കാത്തിരുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനം, ദൈവരാജ്യം ഇതാ വന്നിരിക്കുന്നു, സമയം വന്നിരിക്കുന്നു. എന്നിട്ടൊരു പ്രയോഗം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അർത്ഥം എന്താ? അടുത്തിരിക്കുന്നു. ഇംഗ്ലീഷിലൊരു പ്രയോഗം, അറ്റ് ഹാൻഡ്, കം നിയർ, ഹാസ് അറൈവ്ഡ്. കയ്യെത്താ ദൂരത്തിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും നാളേക്ക് കാത്തു നിൽക്കുകയല്ല, ഇപ്പോൾ കയ്യെത്താ ദൂരത്ത്. നിങ്ങൾക്കിപ്പ വേണേ കേറി അകത്ത് പ്രജകളാകാം. ആ അർത്ഥത്തിലാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
രാജാവ് ഇതാ വന്നിരിക്കുന്നു. രാജാവ് ആ രാജ്യം കൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. wherever the king is, ജീസസ് ഉള്ളിടത്ത് അവിടുത്തെ ഭരണവുമുണ്ട്. Praise the Lord. എന്നാൽ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സ്തോത്രം. 15-ാം വാക്യം പരസ്യമായിട്ട് വായിച്ചാട്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. മർക്കോസ് വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയം ദൈവരാജ്യം വരുന്നു എന്നുള്ളതാണ്. ദൈവരാജ്യമാണ് പ്രധാനപ്പെട്ട വിഷയം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മത്തായി നോക്കിയേ പറയുന്നത്, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ചില ആളുകൾക്ക് ഈ സ്വർഗരാജ്യം എന്താ, ദൈവരാജ്യം എന്താ, രണ്ടും ഒരു രാജ്യത്തെക്കുറിച്ചാണ്. മത്തായിയിൽ മാത്രമാണ് പ്രധാനമായിട്ടും സ്വർഗരാജ്യം കാണുന്നത്. കാരണം മത്തായി എഴുതുന്ന ഓഡിയൻസ് ജൂവിഷ് ഓഡിയൻസാണ്, യഹൂദന്മാർക്ക് വേണ്ടിയാണ്. അവർ ദൈവത്തിൻ്റെ നാമത്തെ അങ്ങനെ എടുക്കത്തില്ല, പറയത്തില്ല. ദൈവമെന്ന് പറയുന്നിടത്തെല്ലാം സ്വർഗം എന്നാണ് പറയുന്നത്. രണ്ടും ഒരു രാജ്യം തന്നെയാണ്. ലൂക്കോസ് 4:42-43 നോയിക്കേ. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ട് പോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനത് 2-ാമത്തെ തവണയാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് ഒരു വലിയ സബ്ജക്റ്റാണ്. ഞാനത് വളരെ ലളിതമായി പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പ്രധാനം എനിക്ക് ഊന്നൽ കൊടുക്കേണ്ട വിഷയത്തിലേക്ക് വരാം. ദൈവരാജ്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 3 ആസ്പെക്റ്റുകളിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആത്മീക രാജ്യമാണ് ദൈവരാജ്യം. അതാണ് ഇപ്പോഴ് പ്രസന്റ്. ഇത് സ്പിരിച്വലാണ്. നമ്മളെ ദൈവം അന്ധകാരത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക്, വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നു. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ലളിത ഒരു ഡെഫിനേഷൻ മത്തായി 6:10 അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അപ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ രാജ്യം. അതിപ്പോൾ എവിടെയാണ്? അക്ഷരാർത്ഥത്തിൽ ഫിസിക്കലായി ഒരു സ്ഥലമല്ല. പീലാത്തോസിന്റെ മുൻപിൽ കർത്താവ് നിൽക്കുമ്പോൾ പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികം അല്ല. ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ കിങ്ഡം, ഒരാത്മീക രാജ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ഭരണത്തെ ഉള്ളിൽ സ്വീകരിച്ച ദൈവ മക്കളുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ ഭരണം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതിന് വേറൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതൊരു ആത്മീക രാജ്യം എന്ന നിലയിൽ നമ്മൾ പരിഗണിക്കണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ കിങ്ഡം. എന്നാൽ ഇതിന് വേറൊരു തലമുണ്ട്, മില്ലീനിയൽ കിങ്ഡം. വെളിപ്പാട് പുസ്തകം 20:1-6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുത്തെ മഹത്വ പ്രത്യക്ഷത കഴിഞ്ഞ് 1000 ആണ്ട് ഈ ഭൂമിയിൽ അക്ഷരീകമായി രാജാവായി വാഴും. സഹസ്രാബ്ദ വാഴ്ച എന്ന് അതിനെ വിളിക്കുന്നു. യെരുശലേം കേന്ദ്രീകരിച്ച് മുഴു ലോകത്തെയും അവിടുന്ന് രാജാവായി വാഴും. അവിടെ മാത്രം പരിമിതപ്പെടുത്തരുത്, നിത്യരാജ്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 22:1-5 വരെയുള്ള വാക്യങ്ങളിൽ ഇറ്റേണൽ കിങ്ഡം,
സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഈ നിത്യരാജ്യം നമുക്ക് കാണാൻ കഴിയും. പുതിയ ആകാശവും അല്ലെങ്കിൽ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും, അവിടെ ത്രിയേക ദൈവ എന്നും എന്നേക്കും അവിടുന്ന് ഭരിക്കും. അപ്പോൾ സ്പിരിച്വൽ കിങ്ഡം ഉണ്ട്, മില്ലീനിയൽ കിങ്ഡം ഉണ്ട്, ഇറ്റേണൽ കിങ്ഡം ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആത്മീക രാജ്യം. ആത്മീക രാജ്യം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ യേശു രാജാവായി വാഴുന്നുണ്ട്. അവർ ഈ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്. പക്ഷെ പെന്തക്കോസ്തിലാണ് അങ്ങനെ രക്ഷയുടെ അനുഭവമൊന്നുമില്ല. ഇങ്ങനെ സൂത്രത്തിലൊക്കെ കൃത്രിമമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഉള്ളിൽ ഭരണമില്ല. നമുക്ക് ആളുകളെ ഫൂൾ ചെയ്യാം. അകത്ത് സജീവമായ ഭരണം ഇല്ല. അവർ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ലോകത്തിലെ ഒരു മതത്തിൻ്റെ ഭാഗം, ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു പള്ളിയുടെ ഭാഗം. റിയലി നമ്മുടെ അകത്ത് ഈ വീണ്ടും ജനന അനുഭവം, യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ നടന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭരണം നടക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കിയേനെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭരണമുണ്ടോ? ഭരണമുള്ളവർക്കറിയാം. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളുടെ മനസ്സിലൂടെ, ഇപ്പോൾ നിങ്ങൾ മുറി തന്നെ ഇരിക്കുക, ആരും നിങ്ങളുടെ അടുത്ത് ആസ്പാസ് ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിലൂടെ ഒരു തെറ്റായ ചിന്ത ഇങ്ങനെ കടന്നു വന്നു, തെറ്റ് എന്ന് നിങ്ങളുടെ അന്തരാത്മാവിൽ ആ ചിന്തയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഭരണമുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ ഭരണം. അതാണ് ദൈവത്തിൻ്റെ ഭരണം. ഇവിടെ നമ്മുടെ ഈ റോഡിൽ അങ്ങോട്ട് തിരുവല്ലയൊക്കെ എടുക്കുമ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? സീറ്റ് ബെൽറ്റ് ഇടണം. മൊബൈലിൽ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അവിടെ ആകുമ്പോഴത്തേക്ക് സീറ്റ് ബെൽറ്റ് വിട്ടു മൊബൈലിൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ക്യാമറ ഇനി എവിടാ? അതെവിടാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഊരിയാലോ ക്യാമറ ആരും പിടിക്കത്തില്ല. പിന്നെ ആരെങ്കിലും പോലീസുകാരനുണ്ടല്ലേ ഉള്ളൂ. ഇത് ഈ ലോകത്തിൻ്റെ ഭരണമാണ്. ചില വെട്ടിയിലൊക്കെ നടന്നെന്നിരിക്കും. ദൈവത്തിൻ്റെ ഭരണം 24/7 അകത്ത് ഭരണം നടക്കുക. തെറ്റായിട്ടൊരു നോട്ടം, തെറ്റായിട്ടൊരു ഭാവം, തെറ്റായിട്ടൊരു ചിന്ത, തെറ്റായിട്ടൊരു വാക്ക് ഉച്ചരിച്ചാൽ തെറ്റ് എന്ന് അറസ്റ്റ് ചെയ്യുന്ന നമ്മുടെ അകത്ത് ഒരു ഭരണ സംവിധാനമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഭരണം. പ്രൈസ് ദി ലോർഡ്. അത് സജീവമല്ലെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ഭരണത്തിൽ കയറിക്കോളും. ദൈവത്തിൻ്റെ ഭരണം പോലെ ശ്രേഷ്ഠമേറിയത് എന്തുണ്ട്? ആരാ രാജാവ്? യേശു തമ്പുരാനാണ് രാജാവ്. പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണോ? യേശു പറഞ്ഞത്, ഹി ഈസ് ദ കിങ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സ്തോത്രം. മനസ്സിലാകുന്നില്ല. അപ്പോൾ മനസ്സിലാകുന്ന പോലെ പറയാം. കേരളത്തിലെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് CM. നമുക്കെല്ലാം അദ്ദേഹത്തെ അറിയാം. എങ്ങനെ അറിയാം? പാസ്റ്റർ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയാം? മീഡിയയിലൂടെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ തിരിച്ചൊരു ചോദ്യം, അദ്ദേഹത്തിന് നിങ്ങളെ വ്യക്തിപരമായി അറിയാമോ? അയ്യോ, അതിപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഒരിക്കലുമില്ല. ഇങ്ങനെ കടപ്പുറ ന്യൂ ലൈഫ് ഉണ്ടെന്നൊക്കെ അറിയാമോ? ഇല്ല, അത് സാധ്യമല്ല. ഞാൻ പ്രസംഗിക്കുന്ന ദൈവരാജ്യത്തിലെ രാജാവിന് എന്നെ വ്യക്തിപരമായി അറിയാം. എൻ്റെ ഉള്ളിലൂടെ പാഞ്ഞു വരുന്ന ചിന്തകളെ അവിടുത്തേക്കറിയാം, തൂക്കി നോക്കാമെങ്കിൽ എന്നെ, എൻ്റെ പേര്, എൻ്റെ കുടുംബം, എല്ലാ കാര്യങ്ങളും അവിടുത്തേക്കറിയാം. അത് എത്ര വലിയ സംഭവമാണ് പ്രിയരെ. That's the kingdom of heaven. That's the kingdom of God. ഇതിനകത്തോട്ട് വരാൻ എന്താ തടസ്സം? ഒരു തടസ്സമേ ഉള്ളൂ, എനിക്ക് പാപത്തെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എന്തിനാ അങ്ങോട്ട് വരുന്നത്? അത്രേ ഉള്ളൂ. സിമ്പിളാ കാര്യം. നമ്മുടെ ഈ പിള്ളേരൊക്കെ എന്താ രക്ഷിക്കപ്പെടാത്തവരാണ്? ഇത്രയേ ഉള്ളൂ, പാപത്തെ ഇഷ്ടമാണ്. നമ്മുടെ മുൻപിൽ ഈ നല്ല പിള്ള ചമയുന്നതേ ഉള്ളൂ, പക്ക പാപമാണ് ചെയ്യുന്നത്.
അല്ലേ പിന്നെ ഈ രാജാവിനെ സ്വീകരിക്കാൻ എന്താണ് വിഷയം? ഓണാവധി നിങ്ങൾക്കൊരു പ്രത്യേകമായ പ്രശ്നം ഉണ്ടായി. എന്തോ കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസിക്ക് ഉന്നത ഗവൺമെൻറ് പിടിപാടുള്ളയാളാണ്. അവർ വിചാരിച്ചാൽ നിങ്ങളുടെ കാര്യത്തിന് നീക്കുപോക്കുണ്ടാവും. നിങ്ങൾ ഓടിപ്പിടിച്ച് അവിടെ ചെല്ലുകയാണ്. എൻ്റെ സുഹൃത്തെ, എങ്ങനെയെങ്കിലും സഹായിക്കണം. സുഹൃത്തൊരു മറുപടിയെ പറയത്തുള്ളൂ, എന്ത് വേണേ ചെയ്യാം, പക്ഷേ ഓണാവധിയാ, 3 ദിവസം കഴിഞ്ഞ് ഓഫീസുകൾ തുറക്കത്തുള്ളൂ. എനിക്ക് ഓണാവധി ആണെങ്കിലും ക്രിസ്മസ് അവധി ആണെങ്കിലും പ്രശ്നമില്ല. എൻ്റെ ആവശ്യത്തിന് ഞാൻ മുഴങ്കാൽ മടക്കുമ്പോൾ സ്വർഗം തുറന്നു. കൃപാസനത്തിൻ്റെ അങ്ങ് ചെല്ലാം. എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തിൻ്റെ അടുക്കൽ എൻ്റെ പെറ്റീഷനുമായി ഏത് സമയത്തും ചെല്ലാം. അവധിയില്ല. മനസ്സിലായോ? ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ പരിമിതികൾ മാത്രമല്ല, എൻ്റെ എല്ലാ കേസും ലോകത്തിലെ എല്ലാ ആളുകൾക്കൊന്നും പരിഗണിക്കാനോ അവർക്ക് ചെയ്ത് പൂർത്തീകരിക്കാനോ കഴിയത്തില്ല. അതുപോലെയാണോ ഇത്? സർവശക്തനായ ദൈവം യേശുക്രിസ്തു മൂലം നമുക്കവിടെ പ്രവേശനമുണ്ട്. ഹൃദ്യമായി എന്നോട് നേരിട്ട് കേൾക്കുക. എനിക്ക് റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. ബ്രദർ പ്രാർത്ഥിച്ചില്ലേ? എല്ലാവരും തമ്മിൽ ഇൻ്റർസൈഡ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ എനിക്ക് ആരുടെ ഒന്നും വേണ്ട. എനിക്ക് നേരെ അങ്ങ് ചെല്ലാം. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മൾ ചിന്തിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്ര വിലയില്ല, ഇന്നാരും പ്രാർത്ഥിച്ചാൽ അവരുടേതാണ് ഒരു ഹിയറിങ് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ആളുകളുടെയും ലേബൽ എന്ന് പറയുന്നത് യു ആർ എ ചൈൽഡ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഏത് അവധിയാണെങ്കിലും ഏത് സമയമാണെങ്കിലും എത്ര ഗുരുതരമായ വിഷയമാണെങ്കിലും എനിക്കങ്ങ് കയറി ചെല്ലാം. രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ എനിക്കൊരു ആവശ്യമാണ്. മുഴങ്കാൽ മടക്കുമ്പോൾ സ്വർഗം തുറക്കുകയാണ്. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യം. ആ രാജ്യത്തിലേക്കുള്ള ക്ഷണം ടു ഓൾ ദ വേൾഡ്. യഹൂദന് മാത്രമല്ല, ഏത് ജാതിയിലും കുലത്തിലും പെട്ടവനോട് പറയാനുള്ളത്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. കം. കുഞ്ഞുങ്ങളെല്ലാം ഇതോർത്തോണം. ഇതുപോലൊരു രാജ്യമില്ല. പക്ഷെ നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ആർ യു എ സിറ്റിസൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്? ഇല്ലെങ്കിൽ ഈ ദിവസം ഇന്ന് നമുക്ക് ഈ അനുഭവം ഉണ്ടാകണം. നമ്മൾ ആ ഭരണത്തിന് കീഴിൽ വരണം. എങ്ങനെയാ വരുന്നത്? പിശാചിന്റെ പിടിയിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വരുന്നത്? 2 രാജ്യമുള്ള മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ. 2 രാജ്യമേ ഉള്ളൂ. ഒന്ന് ഇരുട്ടിന്റെ രാജ്യം, പിശാചിന്റെ രാജ്യം, ബന്ധനത്തിന്റെ രാജ്യം. ഒരു രാജ്യം ദൈവത്തിന്റെ രാജ്യം, വെളിച്ചത്തിന്റെ രാജ്യം, യേശു രാജാവായ രാജ്യം. ഇങ്ങോട്ട് നോക്കിയല്ലേ എൻ്റെ മൊത്തം. നിങ്ങൾക്ക് ഏത് രാജ്യത്തിൽ പോകണം? ഏത് രാജ്യത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടം? വാ തുറന്ന് പറ. ഏത് രാജ്യം മോനെ? ഉറപ്പാന്നോ? ദൈവരാജ്യത്തിൽ കയറണേ പിശാചിന്റെ രാജ്യം വിടണം? അതോ ദൈവരാജ്യത്തിൽ പിശാചിന്റെ കാര്യമായിട്ട് ചെല്ലാൻ പോകും? എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ ഭരണം? എല്ലാവരും പറയുന്നത് എനിക്ക് ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ കയറണം. അതിനെന്താണ് രാജ്യത്തിന്റെ രാജാവ് പറയുന്നത്? കറക്കി കുത്തി അവിടെ വഴി ഇങ്ങനെ ഓടിച്ച് വളഞ്ഞ് യേശു സ്ട്രൈറ്റ് ഫോർവേഡാ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മർമ്മമായിരുന്നു ബ്രദറെ. ഗ്രീക്ക് പറഞ്ഞു. ഗ്രീക്കിലും അരാമയിലും ഒക്കെ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഭാഷയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. വളച്ചുകെട്ടുകളൊന്നുമില്ല. യു വാണ്ട് ടു എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. പിശാചിന്റെ ഈ ഇരുട്ടിന്റെ ബന്ധനത്തെ ഈ പിശാച് കൊങ്ങായിക്ക് പിടിക്കുന്നത് നിനക്ക് വിടണോ? വിട്ടിട്ട് ദൈവരാജ്യത്തിൽ കയറണോ?
ജീസസ് കണ്ട് പറയുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ ഏത് രാജ്യത്തിൽപ്പെട്ടവനും ഏത് മതത്തിൽപ്പെട്ടവനും, ഇതേതോ ഒരു മതത്തിന് വേണ്ടിയുള്ള പ്രസംഗമല്ല. ഫോർ എനിവൺ there is a kingdom of God. ദൈവത്തിന്റെ ഭരണമുണ്ട്. ആ ഭരണത്തിൽ ആർക്കും പ്രവേശിക്കാം. That is the good news. എങ്ങനെയാ പ്രവേശിക്കേണ്ടത്? ആത്മീക രാജ്യത്തിൽ കയറാൻ ആത്മീക കുറെ അനുഭവമാണ് വേണ്ടത്. മാനസാന്തരം, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സിമ്പിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഇത് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾ യഹൂദ മത അനുസാരികളാണ്. അവരുടെ ഇടയിലെ വലിയ പുള്ളികളാണ് ഫരീസയർ, ശാസ്ത്രിമാരൊക്കെ. അവരോട് പറയുകയാണ് മാനസാന്തരപ്പെടണമെന്ന്. ചേഞ്ച് യുവർ ഡയറക്ഷൻ. അവർ ചിന്തിച്ചിരുന്നത് അവരൊക്കെ ഭയങ്കര കൂടി ആത്മീകരാണെന്ന്. അവരോട് പറയാണ് ചേഞ്ച്, ചേഞ്ച്. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരിക. മതപരമായ ചടങ്ങുകൾ കൊണ്ട് ദൈവത്തിന്റെ ഭരണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് അർത്ഥമില്ല. ഈ പരിപാടികളൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ട് അകം പാപത്തിൽ തളയ്ക്കപ്പെടാം. അങ്ങനെ ഉള്ളവരോട് പറയുകയാണ് ചേഞ്ച്. പ്രൈസ് ദി ലോർഡ്. നമ്മളിത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. മാനസാന്തരവും യേശുവിലുള്ള വിശ്വാസമാണ് പറയാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, പാപിയായ ഒരു മനുഷ്യൻ പിശാചിൻ്റെ കസ്റ്റഡിയിലിട്ട് ഞെരുക്കുന്ന ഒരു മനുഷ്യൻ, പാപി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഡെഡ് ആള്. ഇയാളെങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടത്? കാരണം ആളിൻ്റെ ഉള്ളിൽ പ്രതികരണ ശേഷിയില്ല. ചത്തുപോയി. ചത്ത ശവത്തിന് വല്ലതും ചെയ്യാൻ കഴിയുമോ? ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു സത്യം നിങ്ങളോട് പറയാം. അപ്പോസ്തല പ്രവൃത്തി 16:14 നിങ്ങൾക്ക് അറിയാമെന്ന ഒരു കാര്യം. തുയത്തര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ. ദൈവഭക്ത എന്ന് പറഞ്ഞാൽ ജാതിക പശ്ചാത്തലത്തിലുള്ള സ്ത്രീ, യഹൂദ മതം സ്വീകരിച്ച ആൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പ്രചരിപ്പിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമുള്ള സ്ത്രീ എന്നാണ് അർത്ഥം. ഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചു. അത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. എങ്ങനെയാ മാനസാന്തരപ്പെടുന്നത്? എങ്ങനെയാ വിശ്വസിക്കുന്നത്? ദൈവം ആദ്യം നീങ്ങിയില്ലെങ്കിൽ ആരും മാനസാന്തരപ്പെടത്തില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യം സുവിശേഷം പ്രസംഗിക്കുന്നു, ഒരു മീറ്റിങ്ങിൽ വന്നു, നമ്മൾ ആരും മനസ്സിലാക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിന് ബോഡിയില്ല, ആത്മാവാണ്, നമ്മൾ കാണുന്നില്ല. പക്ഷെ അത് സ്പിരിറ്റിന്റെ ഇടപെടലിൽ നടക്കുമ്പോൾ ഗോഡ് സൂപ്പർ നാച്ചുറലി ഓപ്പൺസ് ദ ഹാർട്ട്. എങ്കിലേ എനിക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പാപത്തിൽ ചത്തു കിടക്കുന്ന ആൾ എങ്ങനെ പ്രതികരിക്കും? ഞാനപ്പോൾ ആ ചത്ത് കിടക്കുന്ന ആളോട് പറയാം, നീ ഞാൻ പറയുന്നത് ഏറ്റുപറ. ഇന്ന് മുതൽ യേശുവിനെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെട്ടിരിക്കുക കേട്ടോ. അവനവർക്കും രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ നോക്ക്, എന്നാ രക്ഷിക്കപ്പെട്ടു. പിന്നെ അവൻ പോയി പാപം ചെയ്യും. അവൻ ചത്തവനാ. അവനൊരനുഭവം ഇല്ല. യുവതി യുവാക്കളെല്ലാം ഇത് മനസ്സിലാക്കണം. There is a time when God moves supernaturally. ദൈവം ഈ ചത്ത് കിടക്കുന്നവരെ ഉയർപ്പിക്കും. God moves. നമ്മൾ തന്നെ ചിലപ്പോൾ അന്തം വിട്ടിട്ടില്ലേ, ഇവിടെ ഓമനൊന്നിനോടോ രക്ഷിക്കപ്പെട്ടത്. അതാണ് ദൈവപ്രവൃത്തി. അതാണ് ദൈവപ്രവൃത്തി. നമ്മളെ കാണുമ്പോൾ എന്തെല്ലാം പുച്ഛിച്ച് നമ്മളെ എന്തെല്ലാം അവിടെ അവരെങ്ങനെയാണോ ഇങ്ങനെ വന്നേ? അതിങ്ങനെ വന്നേ.
God moved. ചത്ത് കിടക്കുന്ന ആളുകളെ ദൈവം റീജനറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയില്ല. ഇത് പിന്നീടൊരവസരത്തിൽ നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഞാൻ ഇപ്പോൾ അത് ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. അതിനുശേഷമാണ് അവൾ പൗലോസിന്റെ പ്രസംഗത്തോട് വിശ്വാസത്താൽ പ്രതികരിക്കുന്നത്. യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ടാണ് സിസ്റ്റർ ലിഡിയ. അവരുടെ വീട്ടിലാണ് ചർച്ച് ഉടലെടുക്കുവാൻ ഇടയാക്കുന്നത്. ഷീ വാസ് എ ബിസിനസ് വുമൻ. ബിസിനസ്സുകാരെ അവർക്ക് കടഭാരം വന്ന് കെട്ടുപൊട്ടിച്ച് അങ്ങനൊന്നും അല്ല വന്നത്. God opened her heart and she responded to the gospel. പൗലോസ് പ്രസംഗിച്ചാലും ദൈവം തമ്പുരാൻ ഹൃദയം തുറന്നില്ലെങ്കിൽ you just can't do anything. No one can do anything. Dead people are brought to life by the power of God. ഇനി യേശു 2 കാര്യമാണ് 15-ാം വാക്യത്തിൽ പറയുന്നത്. 2 കാര്യം: മാനസാന്തരം, വിശ്വാസം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. 2 കാര്യം നിങ്ങൾ എടുക്കുക: മാനസാന്തരം, വിശ്വാസം. എന്നിട്ട് ഇന്ന് നമ്മൾ ഈ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോയെന്നുകൂടെ ഉള്ളത് ചെക്ക് ചെയ്യണം. ഈ മാനസാന്തരം, വിശ്വാസം ഒരുമിച്ച് പോകുന്ന ഒരു പ്രവൃത്തിയുടെ വ്യത്യസ്ത വശങ്ങളാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരാളിന് ഈ 2 കാര്യങ്ങൾ ഉണ്ടാകണം. കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക എന്ന പ്രവൃത്തിയുടെ 2 വ്യത്യസ്ത വശങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മാനസാന്തരവും വിശ്വാസവും നാണയത്തിൻ്റെ 2 വ്യത്യസ്ത വശങ്ങളാണ്. ഞാൻ മാനസാന്തരപ്പെട്ടു കേട്ടോ, പക്ഷെ വിശ്വാസം അത്രയില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. എനിക്ക് ഭയങ്കര, ഞാൻ വിശ്വസിച്ചു, കർത്താവിൽ വിശ്വസിച്ചു. ബ്രദർ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നാ? അപ്പൊ ആ വിശ്വാസമല്ല. ഈ 2 കാര്യങ്ങളും കൂടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്നതാണ് പ്രോപ്പർ സേവിങ് ഫെയ്ത്ത്. അല്ലാത്തത് രക്ഷിക്കുന്ന വിശ്വാസമല്ല. നമ്മൾ കൃത്യമായി സുവിശേഷം പറയാത്തത് കൊണ്ട് പെന്തക്കോസ്തിൽ പലരും വന്ന് രക്ഷിക്കപ്പെടാതെ ആടിയും പാടിയും കൈയടിച്ചും ധൃതിപ്പാട്ടും പാടിപ്പോവും. അങ്ങനെ ഒരു ചർച്ചകളിലായിരിക്കും നമ്മളായിരുന്നത്. അവിടുന്ന് വരും, ഇതൊക്കെ എന്തോ മാനസാന്തരം, എന്തോ മാനസാന്തരം എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെയല്ല. നോ, we must have a proper understanding about the gospel, how to enter the kingdom of God. മാനസാന്തരവും വിശ്വാസവും കൃത്യമായി സുവിശേഷം കേട്ട് കർത്താവിങ്കലേക്ക് ആത്മാർത്ഥമായി രക്ഷയ്ക്കായി തിരിയുന്ന ഒരാള് അതേ സമയം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, തന്നെ വരിഞ്ഞു മുറുക്കുന്ന ആ പാപത്തോട് എന്നേക്കുമായി വിട പറയണം. വിട പറയാതെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഞാനത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഈ ദിക്കിലേക്ക്, പാപത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ ദിക്കിലേക്ക് പോവുക. ഈ പാപ വഴിയെ വിടാതെ ഞാൻ എങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്നായി പറയുന്നത്? എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് തത്ത പറയുന്ന പോലെ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടെന്നാ. നോ, പാപബോധം എൻ്റെ ഉള്ളിൽ വന്ന് എനിക്കത് വേണ്ട, ഞാനത് വെറുക്കുന്നു, ഈ പാത എനിക്ക് വേണ്ട, യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ എന്ന ബോധ്യമായി ഐ ടേൺ. ആ ടേണിംഗ് ആണ് മാനസാന്തരം. ആൻഡ് ബിലീവ് ദ ഗോസ്പൽ. 2 വ്യത്യസ്തമാണ്, പക്ഷെ ഒരുമിച്ച് പോകുന്നതാണ്. അല്ലെങ്കിൽ ഈ തത്ത പറയുന്ന പോലെ പറഞ്ഞ്
പിന്നെ ഇങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ചെറുപ്പക്കാരും മുഴുവൻ മനസ്സിലാക്കിക്കോണം. പാപം എന്താണ്? മനുഷ്യൻ പാപിയാണ്. ആദാമ്യ പാപം നിമിത്തം ദൈവത്തിൻ്റെ ന്യായവിധിയും കോപവും നമ്മുടെ മേലുണ്ട്. പിന്നെ വ്യക്തിപരമായി ചെയ്യുന്ന ഇഷ്ടം പോലെ പാപമുണ്ട്. ഇതിനെല്ലാം ന്യായവിധിയുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരാൻ ആദ്യം എനിക്കിത് വേണ്ട. കാരണം ഇത് നാശത്തിലേക്ക് പോവുകയാണ്, ഇത് ന്യായവിധിയിലേക്ക് പോവുകയാണ്, ഇത് ദൈവത്തിൻ്റെ ക്രോധം എൻ്റെ മേൽ വരികയാണ്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഐ വാണ്ട് ലൈഫ്. അല്ലാതെ ഇരട്ടത്താപ്പ് പരിപാടിയില്ല. ഇങ്ങനെ തിരിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ചു, കർത്താവിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുമ്പോൾ സ്ലിപ്പിംഗ് ഉണ്ടാകാം, പക്ഷെ ദിക്ക് മാറുന്നില്ല. ഹി ഈസ് ഗോയിങ് ഫോർവേഡ്. ഇതാണോ പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്നത്? നിങ്ങളുടെയൊക്കെ കടഭാരങ്ങൾ മാറും. നിങ്ങൾക്ക് നല്ലവരായ നാട്ടുകാരെ, ബഹുമാന്യരെ, അവർ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിത്തരും. ഇത് പ്രസംഗിച്ചാൽ പ്രശ്നമാണ്. ഇന്ന് നടക്കുന്ന നല്ല ശതമാനം സുവിശേഷ പ്രസംഗങ്ങൾ സുവിശേഷം അല്ല. ചില ആളുകൾ ചോദിക്കുക, അപ്പൊ മാനസാന്തരമാണോ ആദ്യം, വിശ്വാസമാണോ ആദ്യം? ഇത് നാണയത്തിന്റെ രണ്ട് വശമായിട്ട് ചിന്തിക്കണം. സ്തോത്രം. മാനസാന്തരപ്പെടുന്നയാൾ വിശ്വസിക്കണം. പുതിയ നിയമത്തിൽ ഞാൻ പറയാം നിങ്ങളോട്, എനിക്ക് രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ വലിയ മാനസാന്തരമൊന്നും അങ്ങനെ ഞാനൊന്നും പുതിയ നിയമ പുസ്തകങ്ങളിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി വിഭാവന ചെയ്തിട്ടില്ല. If you have repented, you will believe. You have believed, then you have repented. അല്ലാതെ ഒരു പരിപാടിയില്ല. സ്തോത്രം. ഞാൻ ദൈവസ്നേഹത്തിലാണ് പറയുന്നത്. ആളുകൾ എന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അത് വേറൊരു സത്യം. അവർ ചിന്തിക്കുന്നത് ഞാനൊരു വിമർശകനായിട്ടാണ്. പക്ഷെ എനിക്ക് ബോധ്യമായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പെൻറ്റക്കോസ്റ്റലിസം ഈസ് ഇൻ ബിഗ് ടൈം ഡേഞ്ചർ. കാരണം there is no clarity of the gospel. വെറുതെ ആളുകളെല്ലാം കൂടെ ഇളക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 20:21 പൗലോസിന്റെ സുവിശേഷം നോക്കി ഒന്ന് ക്രോഡീകരിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന്. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ രണ്ട് ഘടകമുണ്ട്. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പോൾ കർത്താവ് ഈ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മാനസാന്തരവും വിശ്വാസവും എന്ന നിലയിൽ പല വാക്യങ്ങളിൽ ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ വിശ്വാസമെന്ന് മാത്രം എഴുതിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, മാനസാന്തരം മാത്രം എഴുതിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഉണ്ടോ? ബൈബിളിലെ ഗോൾഡൻ വേഴ്സ് ജോൺ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അവിടെ മാനസാന്തരം എഴുതിയിട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മാനസാന്തരം എഴുതിയിട്ടില്ല. ഇനി വേറൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 2:38 എന്താ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പോൾ ഒരിടത്ത് for God so loved the world that he gave his only begotten son that whosoever believeth in him should not perish but have everlasting life. അവിടെ ബിലീവ് മാത്രം. Acts 2:38
മാനസാന്തരം മാത്രം. ഇതെന്താണ്? അപ്പം മറ്റേത് വേണ്ടേ? അപ്പം വിശ്വാസം എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മാനസാന്തരം എന്ന് എഴുതിയിട്ടില്ലല്ലോ. ബൈബിൾ റൈറ്റേഴ്സിന് അത് ബോധ്യമുണ്ട്, ഒന്ന് മറ്റില്ലാതെ ഇല്ല. വിശ്വാസമുണ്ടോ? മാനസാന്തരമുണ്ട്. മാനസാന്തരം പത്രോസ് പറഞ്ഞല്ലോ, അവിടെ വിശ്വാസം ഇല്ലല്ലോ, കണ്ടോ? ഒന്നും കാണണ്ട, അതിനകത്ത് വിശ്വാസം അന്തർലീനമായിട്ടുണ്ട്. ഒരു കാര്യം ഇല്ലാതെ മറ്റേ കാര്യം ഇല്ല. മാനസാന്തരവും സുവിശേഷത്തിലുള്ള വിശ്വാസവും. അപ്പൊ ട്രൂ സേവിങ് ഫെയ്ത്തിന്, ശരിക്കും രക്ഷിക്കുന്ന വിശ്വാസത്തിന് മാനസാന്തരമുണ്ട് എന്ന് മാത്രമല്ല, ജീവിതത്തെ മുഴുവനും അത് റീറൗട്ട് ചെയ്യും. അല്ലാതെ പണ്ടത്തെ പോലെ അല്ല ജീവിക്കുന്നത്. നേരത്തെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു, ഇപ്പോഴും വഴക്കുണ്ടാക്കും. പക്ഷെ കർത്തൃമേശയ്ക്ക് മുമ്പ് ഞാനെല്ലാം. എന്തോ അതിൻ്റെ അർത്ഥം? പണ്ട് 2-3 അടി അടിക്കുമായിരുന്നു, ഇപ്പം ഒരടിയും പിന്നെ ഒരു ഓങ്ങലൂടെ ഉണ്ടല്ലോ, 2 അടി അടിച്ചില്ല. ഒരു മാനസാന്തരം ഉണ്ടത്. അത് മാനസാന്തരവുമല്ല, ഒന്നുമല്ല, സ്വയവഞ്ചന എന്നേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ തുറന്നു പറയുന്നത്, രക്ഷപ്പെടുവീൻ പ്രിയരെ. രക്ഷപ്പെടാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരിക. ഈ ആത്മീയത വളരെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളൊരു വസ്തു മേടിക്കുക എന്നിരിക്കട്ടെ. അപ്പോഴത്തേക്ക് സ്തോത്രം പറഞ്ഞാട്ടെ. വസ്തു മേടിച്ച് വിൽപ്പന ചെയ്യുന്ന ആളിൽ നിന്ന് ആധാരമെടുത്തങ്ങോട്ട് വായിക്കുന്ന, കണ്ണാടി കൊണ്ടുപാടി അതെല്ലാം വായിച്ചു. എന്നിട്ട് ആപ്പീസിൽ പോവും, ആധാരം ആപ്പീസ്. എന്തിനാ? നോക്ക്, വല്ല ഉടക്കമുണ്ടോന്നും നോക്ക്. എന്ത് കൃത്യതയോടെ. കാരണം എന്താ? ആർക്കറിയാം, വല്ല പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിൻ്റെ പുറകെ നമ്മൾ കയറി പ്രശ്നമാകത്തില്ലേ? കാശും പോകത്തില്ലേ? അതുകൊണ്ട് അത്ര സൂക്ഷ്മമാണ് ഇത്. ഈ താൽക്കാലിക ലോകത്തിലെ ഒരു ഇടപാടാ. ആത്മീയ കാര്യമെന്ന് പറഞ്ഞാൽ നിത്യത ബാധിക്കുന്ന വിഷയത്തിൽ സാരമല്ല, രാവിലെ ഒരു സങ്കീർത്തനം വായിക്കുന്നുണ്ട്, പിന്നെ വൈകിട്ട് സ്വത്രം. ഇതാണ് നമുക്ക് പറ്റിയത്. ഇത് ദൈവവചനം ദൈവശ്വാസ്യമാകുന്ന ദൈവത്തിൻ്റെ വചനമാണെന്ന് പോലും ആളുകൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇത് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ വചനം, ഇവിടെയാണ് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് നടന്നേനെ. പ്രിയരെ, ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്തയാളാണ്. ദൈവം എന്നെ ഉണർത്തിക്കഴിഞ്ഞ് അടുത്ത 2 വർഷം എൻ്റെ ബൈബിളുമായിട്ട് ഓഫീസിൽ പോവുകയാണ്. പെട്ടെന്ന് ജോലി ചെയ്ത് മൊത്തം വായിക്കുകയാണ്. ആളുകൾ ഊണിന് പോയാൽ ഞാൻ വായിക്കുകയാണിരുന്ന്. ഉറപ്പാണ്, എൻ്റേതായിട്ടുള്ള ഒരു ഇതല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ മൂവ് ഓഫ് ഗോഡ്. എന്നിട്ട് കേൾക്കണേ, ഇംഗ്ലീഷ് ബൈബിളാണെന്നോ ഇന്നും ഉള്ളത്. റെഡ് ലെറ്ററിൽ എഴുതിയിരിക്കുക, ജീസസ് സെഡ്. ഞാൻ അങ്ങ് കരയും വരുന്നു. ഞാനപ്പോൾ ഓർക്കുക, ഞാൻ എന്തിനാ കരയുന്നത്? അതും എനിക്കറിയത്തില്ല. യേശു ഇങ്ങനെ പറഞ്ഞു, ഉടനെ കരയുക. ഐ ബിലീവ് ദിസ് ഇസ് ദ ഹോളി ബൈബിൾ. ദൈവത്തിൻ്റെ മനസ്സ് ലോകത്തിൽ ഒറ്റ പുസ്തകത്തിലേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അത് ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ തിരുവെഴുത്ത. അത് വിശ്വാസമുണ്ട്. ഇതുമായിട്ടല്ലേ ഇരിക്കേണ്ടത്? ഇതല്ലേ പിള്ളേരെ പഠിപ്പിക്കേണ്ടത്? ഇതിനകത്തല്ലേ ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളത്? ആത്മീക കാര്യം സൂക്ഷ്മതയോടല്ലെങ്കിൽ സ്വയവഞ്ചനയാകും. അവസാനം ഇറ്റ് വിൽ ബി ടു ലേറ്റ്. ഇറ്റ് വിൽ ബി ടു ലേറ്റ്. മാനസാന്തരം വന്നിട്ടുണ്ടോ? പ്രോപ്പർ വിശ്വാസം വന്നിട്ടുണ്ടോ? രക്ഷിക്കുന്ന വിശ്വാസത്തിൽ 2 ഘടകമുണ്ട്. കുറച്ചുകൂടെ വിശദീകരിക്കാം. ഈ മാനസാന്തരത്തിന്റെ ഈ ദൂത് പഴയ നിയമ പ്രവാചകന്മാരെ എല്ലാം നോക്ക്. അവരുടെ ദൂത് എന്താ? വണ്ടി മേടിക്കാവുന്നു? അല്ലല്ല, മാനസാന്തരപ്പെടുക. ഇന്നത്തെ പ്രവാചകൻ പറയുന്ന ഈ ഭൗതിക കാര്യമേ അല്ല. ദൈവത്തിന് ജനത്തോടെ എക്കാലത്തും പറയാനുള്ള ദൂത്, റിപ്പന്റ്,
all the Old Testament prophets. ഇനി കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായി കടന്നു വന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ദൂതെന്താ? ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ലൂക്കോസ് 5:32 യേശുവിന്റെ ശുശ്രൂഷയുടെ ഫോക്കസ് എന്താ? ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു. റിപ്പന്റ്. ബൈബിള് മുഴുവനും ഈ ദൂത. കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ മർക്കോസ് 6:12 അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അവിടുത്തെ ശുശ്രൂഷയിൽ അവിടുന്ന് ശിഷ്യന്മാരെ ട്രെയിനിങ്ങിന് വിട്ടതാ. ഇനിയും കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സഭയോടുള്ള ദൂതെന്താ? ലൂക്കോസ് 24:47 അങ്ങനെ അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കാൻ വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. പത്തനംതിട്ട പ്രസംഗിക്കേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരവും പാപമോചനവും. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമയുണ്ട്. ഇതാണ് തിരുവല്ലായി പ്രസംഗിക്കേണ്ടത്, ഇതാണ് കടപ്ര പ്രസംഗിക്കേണ്ടത്, ഇതാണ് റാന്നി പ്രസംഗിക്കേണ്ടത്, ഇതാണ് ലോകത്തിൽ മുഴുവനിടത്തും പ്രസംഗിക്കേണ്ടത്. മക്കളുടെ മേലുള്ള ആ കാർമേക പടലങ്ങൾ മക്കളോട് പറയേണ്ട, കുഞ്ഞെ മാനസാന്തരപ്പെടണമെന്ന്. നമ്മൾ സുവിശേഷത്തിൽ നിന്ന് എത്ര അകന്നു പോയി പ്രിയരെ. പെന്തക്കോസ്ത് ദിവസത്തെ ആദ്യത്തെ മെസ്സേജ് എന്താ? റിപ്പന്റ്. Acts 2:38. ഇത്ര വലിയ സബ്ജക്റ്റ് കൺവെൻഷൻ വേദികളിൽ നിന്ന് പറന്നുപോയി. അതെന്താ? മാർക്കറ്റില്ല ബ്രദറെ, ഒരു ഓളം ഉണ്ടാകത്തില്ല ബ്രദറെ. എന്തൊരു ചതിവാണ് പ്രിയരെ. ചില ആളുകൾക്കുണ്ട് ഈ മാനസാന്തരമൊന്നും നമ്മുടെ സഭയിലല്ല പ്രസംഗിക്കേണ്ടത്. അവർക്ക് വേണ്ടി ഒരു വാക്യം, വെളിപ്പാട് പുസ്തകം 3:19. ഇതാണ് കർത്താവിന് സഭയോട് പറയാനുള്ള ഫൈനൽ മെസ്സേജ്. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. സഭയ്ക്കകത്തുള്ളവനോടും പറയാനുള്ളത് മാനസാന്തരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. മോഡേൺ പ്രീച്ചിങ്ങും പ്രീച്ചേഴ്സും they are very shallow. They have avoided this message. Okay, ചോദ്യം, what is repentance എന്ന് മനസ്സിലാക്കാൻ, what is not repentance? മാനസാന്തരം എന്തല്ല? ഞാൻ ഒത്തിരി അങ്ങ് കരഞ്ഞു. മാനസാന്തരം വന്നോ? എത്രയോ പേര് കരയുന്നു. മാനസാന്തരത്തിൽ കരച്ചിൽ ഉണ്ടാകാം, പക്ഷെ എല്ലാ കരച്ചിലും മാനസാന്തരം അല്ല. മീശ വടിച്ച് പുരിയും വടിച്ച് പിന്നെ എല്ലാം തലയോടങ്ങ് വടി, വിശുദ്ധനായി ആയോ? പണ്ടെന്തുമായിരുന്നു? ആരെങ്കിലും മീശ വെച്ച യാക്കോബിന്റെ നിഗളം അവന്റെ മുഖത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും മീശ പഠിച്ചേച്ച് വന്നിരുന്നു. അകത്ത് മാനസാന്തരം ഉണ്ടോ? ഇല്ല. മീശ പഠിക്കുന്നത് മാനസാന്തരമല്ല, ആഭരണം ഊരുന്നത് മാനസാന്തരമല്ല, വെള്ള ഉടുപ്പിടുന്നത് മാനസാന്തരമല്ല, വെള്ള സാരി ഇടുന്ന വെള്ള സ്കാർഫ് ഇട്ടത് മാനസാന്തരമല്ല. പിന്നെ ചിലർക്ക് അയ്യോ ഇന്നത്തെ പ്രസംഗം എനിക്ക് പേടി വന്നു. മാനസാന്തരം. പേടി വരുന്നത് എല്ലാവരും മാനസാന്തരമല്ല. ബൈബിളിൽ ഒരുത്തന് ഭയങ്കര പേടിയായി പ്രസംഗി പൗലോസിനോട് പറഞ്ഞു എന്താണെന്നറിയോ? മതി പ്രസംഗം മതി, നാളെ വാ കേൾക്കാം. മാനസാന്തരപ്പെട്ടില്ല. കെട്ടിയാന്ന് ചത്ത യൂദ അനുദപിച്ചെന്നൊരു വാക്ക, മാനസാന്തരമല്ല, റിമോഴ്സ്. ഇതൊന്നും മാനസാന്തരമല്ല. സ്നാനം കഴിച്ചതും മാനസാന്തരമല്ല. മാനസാന്തരപ്പെട്ടവരും വിശ്വസിച്ചവരും ഒക്കെയാണ് സ്നാനപ്പെടേണ്ടത്. ചാരിറ്റിക്ക് ഒത്തിരി ഞാൻ കൊടുത്തു, 10,000 രൂപ കൊടുത്തു. അതുകൊണ്ട് എന്താണ്? ഈ അടുത്തിടെ മരിച്ചുപോയ ഒരു ഫേമസ്
ബിസിനസ്മാൻ അല്ലായിരുന്നോ ഇന്ത്യയുടെ രാജ? അദ്ദേഹത്തെ പോലെ ഏതായാലും ഇവിടെങ്ങും ആരും കൊടുത്തിട്ടില്ലല്ലോ. അതല്ല മാനസാന്തരം. ഈ പറഞ്ഞ കാര്യം വെള്ള ഉടുപ്പിടുകയോ വെള്ളസാരി ഉടുക്കുകയോ ബീജ പഠിക്കുകയോ താടി വെക്കുകയോ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഉള്ളിൽ വരുന്ന മാറ്റമാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ഉള്ളിൽ മാറാതെ പുറത്ത് ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ അത് 1ാം ക്ലാസ് കപടഭക്തിയാണ്. മാനസാന്തരവും വിശ്വാസമൊക്കെ അകത്താണ് വരേണ്ടത്. ഈ അകത്ത് വന്നതിൻ്റെ റിഫ്ലക്ഷൻ ആകാം ചില പുറത്തുള്ള ക്രമീകരണങ്ങൾ. പക്ഷെ പുറത്ത് ചില കാര്യം ചെയ്തത് മാത്രമാണെങ്കിൽ അത് കാപഠ്യമാണ്. ഫരീസേരും ശാസ്ത്രിമാരും അത് തന്നെയാണ് ചെയ്തത്. സ്തോത്രം. എന്താണ് മാനസാന്തരം എന്ന് പറയാം. മൂലഭാഷയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ശരിക്കും അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സ് മാറുക എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് എന്തിലേക്ക്? പാപത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ സ്വയത്തോടുള്ള ബന്ധത്തിൽ ഉള്ള എൻ്റെ ധാരണകൾ മാറുക, മാറി അതിൽ നിന്ന് തിരിയുക. A change of mind in regard to sin, in regard to God and in regard to self. അവിടെ മാത്രം നിൽക്കരുത്. അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തിന് ഒരു മാറ്റം വരും. പ്രത്യേകിച്ച് പാപത്തിൽ നിന്നുള്ള തിരിവ്. മാനസാന്തരം പഴയ ജീവിതത്തെ നിരാകരിക്കാനും രക്ഷയ്ക്കായി ദൈവത്തിങ്കലേക്ക് തിരിയാനും ആവശ്യപ്പെടുന്നു. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റായിട്ട് തിരിയുന്നതാണ് മാനസാന്തരം. അതെൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അതൊരു തീരുമാനം. എനിക്ക് ഏതാണ്ട് പോലെ തോന്നി, എനിക്ക് നിനക്കൊന്നും തോന്നണ്ട, കാര്യം മനസ്സിലായി, നീ എടുക്കുന്ന തീരുമാനമാണ് മാനസാന്തരം. ഇറ്റ്സ് എ ഡിസിഷൻ ഓഫ് ദ ഹാർട്ട്. എൻ്റെ മനസ്സിൻ്റെ ചിന്താധാര മാറുന്നു. ഞാൻ നേരത്തെ എനിക്ക് എൻ്റെ ഇഷ്ടം, എനിക്ക് പ്രസാദമുള്ളത് ചെയ്തു വന്നു. അത് മുഴുവൻ ഇപ്പം മാറുകയാണ്. ആ ചിന്താധാര മാറി. എനിക്കെങ്ങനെയെങ്കിലും കർത്താവിനെ പ്രസാദിപ്പിക്കണം. റൂട്ട് മാറി, റൂട്ടായി. അതാണ് ശരിക്കും മാനസാന്തരത്തിൽ വരുന്നത് കേട്ടോ. അങ്ങനെ അനുഭവം ഉണ്ട്. ഞാൻ ബെന്തിക്കോസിലായ Have you repented? Have you changed? സ്തോത്രം. 180 ഡിഗ്രി മാറുക. അത് നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെടണം. ഒരു വാക്യം ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26:20. പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം കേട്ടോ. മാനസാന്തരപ്പെട്ടാൽ മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി. അത് ഭർത്താവ് മാനസാന്തരപ്പെട്ട ഭാര്യ അറിയും, ഭാര്യ മാനസാന്തരപ്പെട്ട ഭർത്താവ് അറിയും, മാതാപിതാക്കൾ മാനസാന്തരപ്പെട്ട പിള്ളേരറിയും, പിള്ളേർ മാനസാന്തരപ്പെട്ട മാതാപിതാക്കൾ അറിയും, അയൽവക്കക്കാരറിയും. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് മാറി. ഞാൻ 180 ഡിഗ്രി മാറി. ഇനി ദൈവം എന്താ പറയുന്നത്, കർത്താവ് എന്താ പറയുന്നത്, അതാണ് എൻ്റെ ആവേശം. ലോകം എല്ലാവരും അറിയും. അയ്യോ അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അമ്മമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇതെന്ത് പറ്റി? ദൈവപ്രവൃത്തി ഉണ്ടായി. അതാണ് മാനസാന്തരം. അല്ലാതെ പാട്ടുപാടി ഓളമുണ്ടാക്കിയതൊന്നും മാനസാന്തരമല്ല. മാനസാന്തരപ്പെട്ടവര് പാട്ട് പാടട്ടെ. മനസ്സിലായോ? ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്താ പറഞ്ഞത്? മത്തായി 3:6-8 വരെയുള്ള വാക്യം. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു.
തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. അടുത്ത കേട്ടോണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അല്ലേ മാനസാന്തരപ്പെട്ടിട്ടില്ല. അച്ഛന് നല്ല മാനസാന്തരം, പണ്ട് ഭയങ്കര കുട്ടിയായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. പിന്നെ വൈകിട്ടുള്ള ഒരു ആപ്പറ്റൈസർ. ഇയാൾ മാനസാന്തരപ്പെട്ടൊന്നുമല്ല. മനസ്സിലായോ? ചുമ്മാ നമ്മെ വഞ്ചിക്കരുത്. എനിക്ക് ഭയങ്കര കോപമാണ്, കണ്ണ് കാണത്തില്ല എനിക്ക്. മാനസാന്തരപ്പെട്ടോ? പിന്നെ ഇപ്പം ഞാൻ വലിച്ചെറിയുന്നത് നിർത്തി വല്ലതൊക്കെ വാവുകൊണ്ട് പറയത്തേ ഉള്ളൂ. എന്തോന്ന് മാനസാന്തരം? ആര് മാനസാന്തരപ്പെട്ടെന്നായി പറയുന്നത്? പണ്ടൊരിക്കൽ ഞാൻ കണ്ടതാ, ഒരാൾ പ്ലേറ്റ് എല്ലാം കൂടെ എടുത്ത് വെളിയിലോട്ട് എറിയുന്നു. പിന്നെ അവരുടെ ആശ്വാസം ഇതായിരുന്നു, പ്ലേറ്റ് പൊട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. എന്തോന്ന് മാനസാന്തരമാണ് ഈ പറയുന്നത്? നമ്മളെ ദൈവം റീജനറേറ്റ്. ഇത് കൃത്രിമമായിട്ടല്ല പ്രിയരെ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം ദാനമായിരിക്കുന്നത് പോലെ തന്നെ മാനസാന്തരം ദൈവത്തിൻ്റെ ദാനം. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ദൈവം ഇത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാതെ, ദൈവത്തിൻ്റെ പ്രേരണയില്ലാതെ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ we cannot repent. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഞാനിപ്പോൾ ഈ വാദിക്കുന്ന ഇതാണ്. മാനസാന്തരം എന്തല്ലെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. മാനസാന്തരം എന്താണെന്ന് പറഞ്ഞു. ഈ കംപ്ലീറ്റ് ചേഞ്ചാണ്. നമ്മളതൊരു ഡിസിഷൻ എടുക്കുകയാണ്. ടോട്ടൽ ചേഞ്ചാണ്. ആ ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ കാണണം. 1 തെസ്സലോനിക്കർ 1:10 അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. അടുത്ത ശ്രദ്ധിക്കണം, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. For they themselves report what kind of reception you gave us. They tell how you turned to God from idols to serve the living and true God. മാനസാന്തരത്തിൽ നടക്കേണ്ട 3 അതിപ്രധാന ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. നടന്നിട്ടുണ്ടോ? 1, ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു. അപ്പൊ ദൈവത്തിങ്കലേക്ക് തിരിയണം. യു ടേൺ ടു ഗോഡ്. പോകുന്ന ദിക്കിൽ നിന്ന് നേരെ ദൈവത്തിങ്കലേക്ക് തിരിയുക. 2, ശ്രദ്ധിക്കണം, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു. ശ്രദ്ധിക്കേ, ഞാൻ ഇങ്ങനെ പാപത്തിങ്കിലേക്ക് പോവാം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതും ആകാം കേട്ടോ. മക്കളാകാം, എന്തും ആകാം. വിഗ്രഹം പാപത്തിലേക്ക്. ഇപ്പൊ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോ ഇത് വിടണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് മാനസാന്തരം. മാനസാന്തരത്തെ പ്രധാന ഘടകം 180 ഡിഗ്രി ഞാൻ തിരികെ എന്ന് പറയുമ്പോൾ ഇത് വിടണം. ഞാൻ നിങ്ങളിൽ ഒരാളോട് പറയുക, രവിചന്ദ്രേ, കടപ്പുറയിന്ന് തിരുവല്ലയ്ക്കിന്ന് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലണം ഇന്ന വീട്ടിൽ. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? കടപ്പുറയിൽ നിന്നുകൊണ്ട് തിരുവല്ലയിൽ എത്തത്തില്ല. കടപ്പുറ വിട്ടു തിരുവല്ലായി ചെന്നു. ഈ വഴി ഞാൻ വിടണം. അല്ലാത്തത് മുഴുവനും കളിപ്പീരാണ്, തട്ടിപ്പാണ്, പെന്തിക്കോസ് അല്ല. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ തിരിഞ്ഞയാള് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയും അതല്ല. എന്താണ് ദൈവം പറഞ്ഞത്? എന്താ? ടു സെർവ് ഗോഡ്. ഈ 3 ഘടകങ്ങളില്ലാത്തത് പെന്തിക്കോസുകാരാ, കളിപ്പീരാ. എന്തൊരാവശ്യം മാനസാന്തരപ്പെട്ടു വിശ്വസിക്കുന്നു പറ. എഴുന്നേറ്റ് സാക്ഷി പറ. ഞാൻ പരപ്രേരണയാലല്ല ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ സ്നാനപ്പെടുത്താൻ പോകാം. വെള്ളത്തിനകത്തോട്ട് ഒരു ഇടിയും കൊടുത്ത് എഴുന്നേറ്റ് വന്നു.
സകല അശുദ്ധിയും അകത്തുണ്ട്. മാനസാന്തരപ്പെട്ടിട്ടില്ല. മാനസാന്തരം പ്രസംഗിക്കപ്പെടുന്നില്ല. രണ്ടും ഇത് കണ്ടോ, വിഗ്രഹങ്ങളെ സെർവ് ചെയ്യുന്നത്, വിഗ്രഹം വിട്ടാണ് ഈ തിരിയുന്നത്. മാനസാന്തരത്തിൽ ഈ തിരിവുണ്ട്, ദൈവത്തെ സേവിക്കും. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇറ്റ് ഗോസ് ടുഗെദർ. പുള്ളി മാനസാന്തരപ്പെട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക, വിശ്വസിക്കണം. അയാൾ മാനസാന്തരപ്പെട്ടിട്ടൊന്നുമില്ല. സ്തോത്രം. നമ്മൾ അറിഞ്ഞിരിക്കണം, മാനസാന്തരം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആക്ട് 17:30. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇപ്പോൾ കൽപ്പിക്കുന്നു. ഇത് കൽപ്പനയാണ്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് പരിപാടിക്ക് പോകരുത്. യു മസ്റ്റ് റിപ്പന്റ്. മെറ്റനോയ, എ ചേഞ്ച് ഓഫ് മൈൻഡ് എക്സ്പ്രസ്ഡ് ഇൻ എ ചേഞ്ച് ഓഫ് ബിഹേവിയർ ഉണ്ടാകണം. അല്ലേൽ നോ, നമ്മൾ ചുമ്മാ ആളുകളെ വെറുതെ ചുമ്മാ ഫൂൾ ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഇത് ഒരിക്കൽ മാത്രം നടക്കുന്നതല്ല. എവ്രി ഡേ യു ഹാവ് ടു റിപ്പന്റ്. എല്ലാ ദിവസവും മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹാകരുണയാൽ നമ്മൾ മർക്കോസ് 1:14-15 വാക്യം 2 ഞായറാഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അത് വളരെ പ്രധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാതാപിതാക്കളോടെല്ലാം ഞാൻ പറയും, ചുമ്മാ സൺഡേ സ്കൂളിൽ വിടുന്നതുകൊണ്ടൊന്നും ഒന്നും കാര്യമൊന്നുമില്ല. അതവർ അവിടെ ഈ ഒരു സിലബസ് അനുസരിച്ച് ഈ വിഷയം നടക്കണം. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ഞാൻ പറയാം, ഇതാണ് ടാർഗറ്റ് ചെയ്യാൻ, അല്ല കോമ്പറ്റീഷൻ അല്ല. ഇപ്രാവശ്യം സെക്കൻഡേ ഉള്ളൂ, ഫസ്റ്റ് ആയിരുന്നെങ്കിൽ തന്നെ ഇനി ഒന്നും കിട്ടിയില്ലേ തന്നെ. ഇതാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. സ്തോത്രം. ബോലോ പ്രഭു യേശു മസീഹി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശരിക്കും മാനസാന്തരപ്പെട്ടാൽ we hate all the others. ദൈവഹിതപ്രകാരമല്ലാത്തത് നാം വെറുക്കണം. അത് ആ മാനസാന്തരത്തിൻ്റെ തെളിവ്. എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നില്ല? എൻ്റെ ദൈവത്തിന് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടത് കാണുന്നില്ല? ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവഭരണം എൻ്റെ അകത്തുണ്ട്. എങ്ങനെ ഈ ഭരണത്തിൽ വന്നു? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ശരിയായ സുവിശേഷം, മാനസാന്തരവും ക്രിസ്തു കേന്ദ്രിതമായ വിശ്വാസവും. ഞാനിങ്ങനെ പറഞ്ഞു നിർക്കാം. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. 2, ക്രിസ്തുവിൻ്റെ പ്രവർത്തനം എന്നിങ്ങനെ 2 കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം? Who is Jesus? He is the second person of the Trinity. And he came down as man through the virgin birth. He lived a sinless life. And he was crucified as a substitution for humankind. He rose on the 3rd day. He ascended to heaven and he is returning soon. എന്നിങ്ങനെയുള്ള കാതലായ ഉപദേശകാര്യം മനസ്സിലാക്കി അതിൽ അർപ്പിക്കുന്ന ആശ്രയം ആ വിശ്വാസം. അല്ലാതെ JESUS, എനിക്ക് ജീസസ് പേരെഴുതാൻ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിച്ചു? Who is Jesus? What did he do? എൻ്റെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ കാൽവറി ക്രൂശിൽ യേശു ചെയ്തതിനെ കുറിച്ചുള്ള തിരുവെഴുത്തിന്റെ വെളിപ്പാട് എനിക്ക് നോളജ് ഉണ്ടാകണം, വെളിപ്പാടുണ്ടാകണം. ഇതൊക്കെയാണ് നടന്നത്. അതെൻ്റെ അന്തരാത്മാവിൽ അസസ് ചെയ്യണം. ഇത് ശരിയാണെന്ന് എൻ്റെ അകത്ത് ഉറപ്പിച്ചിട്ട് അതിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് വിശ്വാസം. ഞാൻ ഇനി 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. ഇത് വേറൊരു സെഷന് വേണ്ടി ഞാൻ വെക്കാം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊക്കെ ഞാൻ കൂപ്പ് കൈകളോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഓർക്കുന്ന സൺഡേ സ്കൂളുണ്ട്, പിന്നെ എന്താ CA അല്ലേ, യൂത്ത് മീറ്റിങ്ങിന് എവർ റോളിംഗ് ട്രോഫി എന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെന്തൊരു ആവേശമാണ്, എവർ റോളിംഗ്. ഇതൊന്നും നമുക്ക് വിഷയമല്ല കുഞ്ഞുങ്ങളെ.
ഈ ജീവിതം വേഗത്തിൽ തീരും. ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചങ്ങ് നിർത്തുക. ഇവിടെ ദൈവം ഭരിക്കാത്തവനെ അവിടെ ഇട്ട് കൊണ്ടുപോയി ഭരിക്കുമോ? എടാ, ഇവിടെ നിനക്ക് ദൈവഭരണത്തിൻ്റെ കീഴിൽ പറ്റത്തില്ല. ഇവിടെ ദൈവം ഭരിക്കാൻ, നിന്റെ ഉള്ളിനെ ഭരിക്കാൻ നീ അനുവദിക്കത്തില്ല. ഇങ്ങനെയുള്ളവനെ സ്വർഗത്തിൽ കൊണ്ടിട്ട് ഭരിക്കാൻ പോവാന്നോ? ഔട്ടല്ലേ? ഞാൻ നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എനിക്കിതിനപ്പുറത്തൊരു സുവിശേഷം അറിയത്തില്ല പറയാൻ. ഇത് സത്യമായ കാര്യം. വെള്ളം ചേർക്കാതെ ഞാൻ പറയാം, രക്ഷപ്പെട്ടോളി. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രായം കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒന്നും ഇതിനൊന്നും തിരിയില്ല. നിങ്ങൾ രക്ഷപ്പെട്ടോണം. പിന്നെ ചിലത് പണ്ടാരാണ്ട് ഒരാളെക്കുറിച്ച് പറഞ്ഞതാ കേട്ടോ, നിങ്ങളെക്കുറിച്ചല്ലേ. വിളഞ്ഞ് പിന്നെന്താ, വളർന്ന് ഒടിഞ്ഞ് താഴെ വീണ് അവിടെ കിടന്ന് വിളഞ്ഞ് വളർന്നു. അയ്യോ, അതിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയും, ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ നമുക്ക് അത് എഴുതിയെടുക്കണ്ട. വീട്ടിൽ ചെന്ന് വേണേ ഇന്ന് അത് പ്രയോഗിക്കും. സ്തോത്രം. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സുവിശേഷം നമുക്ക് കേൾക്കാൻ കിട്ടുന്ന ഭാഗ്യത്തിനെ ഒന്ന് സ്തോത്രം ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥനയാണ്, നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ചർച്ച ചെയ്യുന്നേ. ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല. ഓക്കെ, ഫൈൻ. യു ലുക്ക് അറ്റ് ദ സ്ക്രിപ്ചേഴ്സ്. ടെൽ യുവർ ബോയ് ആൻഡ് യുവർ ഗേൾ റിപ്പന്റ്. നിലനിൽക്കുന്ന ആത്മീയതയിലേക്ക് അവരെ കൊണ്ടുപോവുക. ഈ കഴിഞ്ഞ ദിവസം ഒരാളൊരു സ്റ്റാർട്ട്ലിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് ഞാനിപ്പം മറന്നുപോയി. ആക്ച്വലി അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഈ തലമുറ നഷ്ടപ്പെടുത്തിയാൽ വേറൊരു തലമുറയില്ല. ഗൗരവം മനസ്സിലാക്കിക്കോണം. ആർക്കും ഇതിനെക്കുറിച്ച് ബോധറിങ് അല്ല. വേറൊരു സുവിശേഷത്തിൽ മറഞ്ഞിരിക്കുകയാണ്. മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ എല്ലാ കുഞ്ഞു കുട്ടി ആബാലവൃത്തമായി തീരുക. ഗോഡ് ബ്ലെസ് യു.